എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രേവതി ആയിട്ട് അഭിനയിക്കുന്ന പ്രിയ ഇനി മുതൽ ഉണ്ടാവില്ല, ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കും. ഇനി മുതൽ രേവതി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക റെബേക്ക എന്ന് പറയുന്ന നായികയാണ്. അപ്പോൾ എല്ലാവർക്കും ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്. അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങളിലേക്ക് എടുക്കാം. അപ്പോൾ ശശി പറയുകയാണ് അതിന് ഇവർ സാലറി കിട്ടിയിട്ട് വേണ്ടേന്ന്. അതൊക്കെ പലപ്പോഴായിട്ട് ഇവൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങി പുട്ടടിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ശശി പറയുകയാണ്. അപ്പോൾ ശ്രുതി അങ്ങനെയൊന്നുമില്ല, കാരണം ജോലി പോയല്ലോ, പിന്നെ സാലറി ഉണ്ടാവില്ല എന്ന് ശ്രുതിക്ക് അറിയാം. അപ്പോൾ ശ്രുതി പറയും അങ്ങനെയൊന്നുമില്ല, ഇപ്പം പറയുന്ന പോലെ നല്ലതാണ് പറയുകയാണ്. ശ്രുതി പറയാണ്, ശ്രുതി ഇപ്പം വെറുതെ പറയാണ്, ഞാൻ സാലറി ഒന്നും മേടിച്ചിട്ടില്ല അങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, നിങ്ങൾക്ക് വേണ്ടത് കാശല്ലേ, അത് 2-3 ദിവസത്തിനകം ഞാനും ശ്രുതിയും കൂടി തന്നിരിക്കുന്നു പറയുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനായി, സാലറി ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ചന്ദ്ര പറയാണ്, ശ്രുതി ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്ക്, നീ എൻ്റെ നിന്ന് മേടിച്ച മുഴുവൻ പൈസയും അച്ഛനെ ഏൽപ്പിച്ചേക്ക്, ആൻഡമാനിക്കൊന്നും ഇപ്പോൾ പോകണ്ട എന്ന് പറയാണ്. അപ്പോൾ സച്ചിക്ക് സന്തോഷമാണ്, സച്ചി കണ്ണുകൊണ്ടൊക്കെ ഓരോ അംഗം കാണിക്കണം. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ ആൻറ്റി ഇപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത്, കാശ് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, കാശ് കൊടുക്കുന്നവരെ ഇവ നിങ്ങൾക്ക് സമാധാനം തരില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, അതാണ് നല്ലതെന്ന് പറയാം. നിങ്ങൾ പോകുന്നതിനെയൊക്കെ ചിലവർ കണ്ണു വെച്ചിട്ടുണ്ട്, ഇനി ആൻഡമാൻ പോകണ്ട, അത് രേവതിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി ആൻഡമാനിൽ പോകണ്ടെന്ന് പറയാണ്. നിറയെ വെള്ളമൊക്കെ ഉള്ളൊരു സുന്ദരമായിട്ടുള്ള സ്ഥലം അന്ന് ടി വിയിൽ കണ്ടില്ലേ, അതിൻ്റെ പേരെന്താ ശ്രുതി എന്ന് ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയാം, ആൻറ്റി അത് വെനീസാണ്. നിറയെ വെള്ളമൊക്കെ ഉള്ള ആ സ്ഥലത്ത് നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ പോയാൽ മതി എന്ന് ചന്ദ്ര പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, സ്വന്തം കാശ് കൊണ്ട് അവൻ ആൻഡമാനിലോ വെണ്ണീറിലോ എങ്ങോട്ടാച്ച് പോയിക്കോട്ടെ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ്, സച്ചിയേട്ടാ അത് വെണ്ണീറല്ല വെനീസാണ് എന്ന് പറയും. അതെങ്ങത് എങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഒരു സ്വന്തം കാശിനായിരിക്കും, അല്ലാതെ അച്ഛൻ്റെ കാശിനാവരുതെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയണ, ആൻറ്റി പറയുന്നതാണ് ശരി ശ്രുതി ഇന്ന് തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പൈസ കൊടുന്ന് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയാണ്, വേണ്ട അതൊന്നും വേണ്ടാന്ന് പറയാണ്. മോളെ നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾ പോയിട്ട് പോയാൽ വേണ്ട, എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കാശ് വരുമ്പോൾ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയാണ് ശ്രുതി. ഇപ്പോൾ തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കാശ് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി കയറി പോവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ മെല്ലെ പറയാണ്, പൗഡർ എടുത്തി പോവുകയാണോ എന്ന് ചോദിക്കാൻ. അത് ആ പെണ്ണിന് കുറച്ചെങ്കിലും നാണം മാനൊക്കെ ഉണ്ട്, ഇവന് അതുപോലും ഇല്ലയെന്ന്. അച്ഛാ നമുക്കൊരു കാര്യം ചെയ്തല്ലോ, ഇവ അമ്മയടുത്തല്ലേ 50 ലക്ഷത്തിന് സത്യം ചെയ്തത്, നേരെ തിരിച്ച് നമുക്ക് അവളെ ചൂട് വെച്ചിട്ട് അവളോട് സത്യം ചെയ്യാൻ പറഞ്ഞാലോ, അവള് വേഗം ആരെടുത്തെങ്കിലും എവിടെന്നെങ്കിലും 50 ലക്ഷം സംഘടിപ്പിച്ച് കൊടുന്നു തന്നാണ്. അപ്പോൾ അച്ഛൻ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കും, നീ എന്തിനാ അതിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രേവതി ഇവനെ വിളിച്ചുകൊണ്ട് വയ്ക്കാം. അപ്പോൾ സച്ചിയേട്ട പോവാന്ന് പറയുമ്പോൾ സച്ചി പിന്നിട്ട് പറയുകയാണ്, അച്ഛാ എപ്പോഴും ഇവിടെ പ്രശ്നങ്ങളാണ്, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ എന്നോടൊന്ന് നേരത്തെ പറയണം, അല്ല എനിക്ക് ഓട്ടം പോകാനാണ്, അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, അതിൻ്റെ ബാക്കി അനുഭവിക്കുന്നത് ഞാനാണെന്ന് പറയണം. അപ്പോൾ രേവതി പറയും, സച്ചിയുടെ കയറി നമുക്ക് പോകാണ്ട് സച്ചിനെയും കൊണ്ട് റൂമിലേക്ക് പോവാണ്. സൂര്യ എന്നിട്ട് പുറത്ത് പോയിട്ട് തൂണുമ്പോൾ ചാരിയിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചന്ദ്ര പിന്നാലെ എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ആലോചിക്കുന്നത്, ഞാനൊരു 10 കോടിയുടെ ബിസിനസ് തുടങ്ങിയാലോ ആലോചിക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, സത്യമാണോ നീ പറയുന്നതെന്ന്, ഒന്ന് പൊയ്ക്കന്നെ അമ്മ, എൻ്റെ ഒരു 10 രൂപ പോലും എടുക്കാനില്ല എന്ന് പറയുകയാണ്. ഞാൻ ആകെ ടെൻഷനിലാണ്, അമ്മയുടെ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു തരേണ്ടതാണ്, വാങ്ങിയ കാശല്ല എടുത്ത കാശെന്ന് പറയാണ്. കുറച്ച് ദിവസം ആൻഡമാനിൽ പോയിട്ട് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അത് സച്ചിയായിട്ട് കൊളാക്കി. അമ്മയും പറഞ്ഞില്ലേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പൈസ കൊടുക്കാൻ. ഇപ്പം ഞാൻ പറയുന്നത് പ്രശ്നം, പിന്നെ ഇപ്പം ഞാൻ എന്താ പറയേണ്ടത്, ശ്രുതി പറഞ്ഞില്ലേ അവൾക്ക് കിട്ടുന്ന പൈസയും നിനക്ക് കിട്ടുന്ന സാലറിയും കൂടി 1 ലക്ഷം രൂപ അവന് കൊടുക്കാന്ന്, നിനക്ക് അതിനെവിടെയുള്ള സാലറി കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ പെടും, പലിശ കൊടുക്കാനുള്ള കാശാണ് നീ അടിച്ചു മാറ്റിയത്, ഇത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് അറിഞ്ഞാർന്നോ നീ, അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷനെയാണ്. ശ്രീകാന്തിനെ അന്വേഷിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ശ്രീകാന്തിനെ കാണുമ്പോൾ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വീട് എന്തായി കാണിക്കുന്നത്, ആൾക്കാരുണ്ട് ശ്രദ്ധിക്ക്, ഞാനൊന്ന് ഹഗ് ചെയ്തു തന്നെ ഉള്ളൂ, അല്ലെ കിസ്സൊന്നും തന്നിട്ടില്ലല്ലോ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, കിസ്സൊരുമായിട്ട് തന്നല്ലോ അതന്നെ ധാരാളം എന്ന് പറയണം. നീ ഇരിക്കുന്നതിനും കഴിച്ചു എന്ന് ചോദിക്കും ശ്രീകാന്ത്. അപ്പോൾ വർഷ പറയും, ഞാൻ കഴിച്ചിട്ടാണെന്ന് എനിക്കൊന്നും വേണ്ട.
അത് പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു കേക്ക് ഇത് ചെറിയ പീസ് ഓർഡർ ചെയ്യാണ്. എന്നിട്ട് അവരിൽ നിന്ന് വർത്താനം പറയുകയാണ്. അല്ല, നിൻ്റെ വീട്ടിൽ എന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുകയാണ്. ഉണ്ട്, നിന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, നിന്നോട് ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിനക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് വർഷയോട് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, എനിക്ക് ആരെന്ത് വേണിച്ച് പറഞ്ഞോട്ടെ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമില്ലാത്തത് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യൂല എന്ന് പറയുകയാണ്. എൻ്റേത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ എന്ന് പറയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതിന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ലല്ലോ. ശ്രമിച്ചാലും പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ സർക്കിളിൻ്റെ അകത്തായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വർഷ പറയുകയാണ്. പിന്നെ അവരിങ്ങനെ കേക്കൊക്കെ കഴിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു 2 കപ്പിൾസിനെ അവർ വർഷ കാണുകയാണ്. അവരിങ്ങനെ പരസ്പരം കേക്കൊക്കെ സ്പൂണിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ വർഷ അവരെ തന്നെ നോക്കുകയാണ്. അപ്പോൾ അവർ ലവേഴ്സാണെന്ന് വർഷ പറയാണ്. അപ്പോൾ നിനക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലായില്ലേ എന്ന് അറിയാണ് വർഷയോട് ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ചിൻ്റെ അവിടെയിട്ട് അവളിങ്ങനെ ചാരി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നീ പറയുന്ന പോലെ അവർ ലവേഴ്സൊന്നല്ല, അവരെൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സാണ്, അവർ ലിവിങ് ടുഗദറാണ് എന്ന് പറയാണ്. ആണല്ലേ, അപ്പോൾ നിനക്ക് ലിവിങ് ടുഗദറിനോട് താല്പര്യമുണ്ടോ എന്നൊക്കെ ശ്രീകാന്തിനോട് ചോദിക്കാം. അപ്പോൾ ശ്രീകാന്തിനോട് വർഷ പറയാണ്, എനിക്കതിനോട് താല്പര്യമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ അവനോട് ഇങ്ങനെ പറയാൻ. പിന്നെ കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ കബോർഡിൽ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുമ്പോൾ ശ്രുതി വന്നിട്ട് വിളിക്കുകയാണ്. ശ്രുതി താഴത്തേക്ക് പോയതുകൊണ്ട് എല്ലാവരും വിളിച്ചു വരുത്താണ് ശ്രുതി. എന്നിട്ട് ശ്രുതി പറയാണ്, എന്നെക്കുറിച്ച് എല്ലാവരും എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ കാശിന് കൊള്ളാത്തവനാണ്, ഉത്തരവാദിത്തമില്ലാത്തവനാണ്, സ്വന്തം മനിൽ മാത്രം നോക്കുന്നതാണ്, പണം മോഷ്ടിക്കുന്നവനാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അപ്പോൾ സച്ചി പറയാണ്, അതൊക്കെ സത്യമല്ലേ, അല്ലാതെ ഇല്ലാത്ത കാര്യം എന്നല്ലോ പറയുന്നത്. അപ്പോൾ ശ്രുതി പറയാണ്, ഒന്നും മിണ്ടാതിരിക്കും, ശ്രുതി ഒന്ന് പറഞ്ഞോട്ടെ, ശ്രുതിനെ ഒന്ന് പറയാൻ സമ്മതിക്കുമോ. അപ്പോൾ സച്ചി പറയാണ്, പിന്നെ ഇവനെന്താ വലിയ പ്രഭാഷകനല്ലേ, ഇപ്പം പറയുന്നതൊക്കെ നമ്മൾ കേട്ടിരിക്കാന്ന് പറയാണ്. ഞാൻ കാശ് എടുത്തു എന്നല്ലേ എപ്പോഴും എന്നോട് പറയുന്നത്, ആ കാശ് ഞാനിപ്പോൾ തിരിച്ചു കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ സച്ചി പറയും, എടാ ഏട്ടാന്ന് പറഞ്ഞിട്ട് നീ ആ കാശ് ജന്മം തിരിച്ചിരുന്ന് ഞാൻ വിചാരിച്ചതല്ല, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി വിചാരിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചു പൗഡർ ഇട്ടിട്ട് ഒന്നാണ് മാറിപ്പോയാണ്. എന്നിട്ട് സച്ചി ശ്രുതിയുടെ കൈയൊക്കെ പിടിച്ചിട്ട്, എനിക്കിപ്പോൾ ഇപ്പോഴാണ് അഭിമാനമായത്, ഇതാണ് ഹീറോയിസ്, ഇനി ഇതാരുടെ മുന്നിൽ എനിക്ക് പറയാനില്ല ഇതെൻ്റെ ഏട്ടനാണെന്ന്, സന്തോഷമായില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഒന്ന് വിടുമോ പറഞ്ഞിട്ട് അവൻ കൈ മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ, അച്ഛൻ കാശ് മേടിക്കും, അച്ഛന് തരാൻ പറഞ്ഞാൽ അച്ഛൻ്റെ എടുത്ത് പോയി 50 ലക്ഷം രൂപ അവൻ കൊടുത്തിട്ടുണ്ട്, കാശ് മേടിക്കുക ചായ, എല്ലാവരും ഒന്ന് കൈയടിച്ചെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയും കൂടി കൈയടിക്കണം. അപ്പോൾ ശ്രുതി പറയും, ഒന്ന് നിർത്തും, ഞാൻ എപ്പോഴാണ് പറഞ്ഞത് 50 ലക്ഷം കൊടുക്കാമെന്ന്, നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് എടുത്തുകൊണ്ട് പോയി പൈസ കൊടുക്കാമെന്ന്, അതല്ലേ ഇട പറഞ്ഞത് ശ്രീകാന്തിനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതന്നെ പറഞ്ഞത്. സച്ചി എന്നിട്ട് രേവതിയോടും ചോദിക്കുക, രേവതി നീ കേട്ടില്ല അതല്ലേ പറഞ്ഞത്. അപ്പോൾ രേവതി, അതെ ഞാൻ കേട്ടു, അതന്നെ പറഞ്ഞത് അറിയാം. അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ അമ്മയുടെ നിന്ന് എടുത്തിട്ടുള്ള 1 ലക്ഷം രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സച്ചി എടുത്ത വഴിക്ക്, അതെങ്ങനെ എടുത്ത പൈസ ആയിരിക്കും, നീ പറഞ്ഞത് അത് അമ്മ നിനക്ക് തന്ന പൈസ എന്നല്ലേ, പിന്നെ അതിപ്പോൾ എങ്ങനെ എടുത്ത പൈസയാവുന്നത് എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, എടുത്തതോ വാങ്ങിയതോ എന്തോ ആയിക്കോട്ടെ, അവൻ തരാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയണം, എന്തിനപ്പോൾ അത് ക്യാൻസൽ ചെയ്ത്, നിങ്ങൾ ഒരുപോലെ ആഗ്രഹിച്ചതല്ലേ എന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം, അവരെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഭാര്യനെ ഇവൻ്റെ കാശ് കൊണ്ട് കൊണ്ടുപോട്ടെ അച്ഛൻ എന്തിനെങ്ങനെയൊക്കെ പറയണത് പറയും. അപ്പോൾ ശ്രുതി പറയും, ആ കാര്യം ശ്രുതി പൈസ തന്നില്ലേ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പൈസയും കൊടുത്തു, ഇനിയിപ്പോൾ ആ വിഷയം ഇവിടെ തീരുകയാണ്, ഇനി ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അതെങ്ങനെ തീരും, എൻ്റെ അനിയനെ നിങ്ങൾ കള്ളനാക്കിയില്ലേ, ഈ കാര്യം പറഞ്ഞ് എന്നെ എൻ്റെ വീട്ടുകാരെ എത്ര അപമാനിച്ചു, എൻ്റെ വീട്ടുകാരെ ഇവിടെ വിളിച്ച് വരുത്തിയില്ലേ, എൻ്റെ അനിയനെ പോലീസ് സ്റ്റേഷനിൽ വിടുമെന്ന് പോലീസിനെ വിളിച്ച് പിടിപ്പിക്കുമെന്ന് വരെ പറഞ്ഞില്ലേ, എൻ്റെ അനിയൻ്റെ പേരിൽ കുറ്റം ചാർത്തുമ്പോൾ ഇയാൾ